ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് പച്ചരി കൊണ്ടോ അല്ലെങ്കിൽ പച്ചരി പൊടി കൊണ്ട് കപ്പി കാച്ചിയോ ഒക്കെയാണ്. അത് രണ്ടുമല്ലാതെയാണ് ഞാനിവിടെ ദോശ ഉണ്ടാക്കുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. റേഷൻ പുഴുക്കൽ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പച്ചരിയല്ല. 3 ഗ്ലാസ് അരിയിലേക്ക് 1.5 ഗ്ലാസ് ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം. 4 മണിക്കൂറിന് ശേഷം നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് അരിയിട്ട് കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് വലിപ്പമുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇനി ബാക്കിയുള്ള അരി കൂടെ ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. വെള്ളം വളരെ കുറച്ച് മാത്രം ഒഴിച്ച് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളമായാൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് വളരെ കുറച്ച് വെള്ളം, അരിയോടൊപ്പം തന്നെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം. ശേഷം ഇതും കൂടെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അല്പം ചോറ് കൂടി അരച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 2 കയ്യിൽ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. 3 ഗ്ലാസ് അരി എടുത്തത് കൊണ്ടാണ് ഞാൻ 2 കയ്യിൽ ചോറിട്ട് കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1 കയ്യിൽ ചോറ് മതിയാവും. ഇനി ഈ ചോറിൻ്റെ കൂടെ നമുക്ക് ഒരല്പം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മാത്രം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യമായ ഉപ്പ് കൂടെ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പുളിപ്പ് അധികമാകാതിരിക്കാൻ വേണ്ടി ഞാൻ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ അരച്ച് ഇത് കൂടെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറവാണെന്ന് തോന്നിയാൽ മാത്രം ഈ മിക്സിയുടെ ജാറ് കഴുകി അല്പം കൂടെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ തയ്യാറാക്കിയെടുക്കാം. ഇഡലിയാണ് ഇഷ്ടമെങ്കിൽ ഇഡലി ഉണ്ടാക്കാവുന്നതാണ്. ദോശയാണ് വേണ്ടതെങ്കിൽ ദോശ ഉണ്ടാക്കാം. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതുപോലെ പൊങ്ങി വന്നതാണ്. ഉഴുന്ന് കുറച്ചധികം ചേർത്തത് കൊണ്ട് വളരെ നേരത്തെ തന്നെ നല്ലതുപോലെ പൊങ്ങി പുറത്ത് പോയി. അതുകൊണ്ട് ഞാൻ കലക്കി എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൊങ്ങിയത് ഇങ്ങനെ താഴ്ന്നിരിക്കുന്നത്. ഇനി ഇതിലേക്കൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പും എല്ലാം നമ്മൾ ചേർത്തേക്കണതാണ്. ഇനി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് നമുക്കിത് ചുട്ടെടുക്കാം. ഇനി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഈ മാവ് ഒഴിച്ച് പതുക്കെ ഒന്ന് നിരത്തി കൊടുക്കാം.
1-2 മിനിറ്റ് നേരം ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ചട്ടകം വെച്ച് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി 1 മിനിറ്റ് നേരം കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തയ്യാറായിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യമായ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.